നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തോളെല്ലുകളുടെ സന്ധികളിൽ വേദനയ്ക്കും ചലന പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന അസുഖമാണ് ഫ്രോസൺ ഷോൾഡർ. നിരന്തരമായ തോൾവേദനയാണ് പ്രധാന ലക്ഷണം. ഫ്രോസൺ ഷോൾഡർ അസുഖമുള്ളവരിൽ ദൈനംദിന ജോലികൾ പോലും ദുഷ്കരമാണ്. ഈ അസുഖത്തെക്കുറിച്ചും ഈ അസുഖത്തിനുള്ള ആയുർവേദ ചികിത്സയെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസും ചേരുന്നു. രണ്ട് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ റോസ്മേരി മാം, തുടക്കത്തിൽ തന്നെ എന്താണ് ഈ അസുഖം എന്നൊന്ന് വിശദമാക്കാമോ? ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് കോമൺ ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന, ജനറലായിട്ട് പറയുന്ന ഒരു വാക്കാണ്. അവർക്ക് ഫ്രോസൺ ഷോൾഡറാണ്, കൈക്ക് ഭയങ്കര വേദനയാണ്, കൈ ഉയർത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെ പല രീതിയിൽ ഉള്ള പ്രശ്നങ്ങളുണ്ടാക്കി നമ്മുടെ ഒരു ഡെയിലി ലൈഫിനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് ഫ്രോസൺ ഷോൾഡർ. പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള രോഗമായിട്ട് തോന്നുക, ഒരു അസ്ഥിസന്ധിയെ മാത്രം ആശ്രയിച്ച് വരുന്ന ഒന്നായിട്ടാണ് കാണുക. ആയുർവേദീയമായിട്ട് പറഞ്ഞാൽ അതിനെ അപബാഹുകം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയായിട്ടാണ് പറയുക. അംസമൂലസ്ഥിതോ വായു അവിടെ പ്രകോപിച്ചിട്ട് വാദം കൂടിച്ചേർന്ന് പ്രകോപിച്ചിട്ടുണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അംസമൂലത്തിന് സ്തബ്ധത അല്ലെങ്കിൽ പിടുത്തം, ശക്തിയായിട്ടുള്ള വേദന, ഉയർത്താനുള്ള ബുദ്ധിമുട്ട്, കൈകളിലേക്ക് റേഡിയേറ്റിംഗ് ആയിട്ട് ചിലപ്പോഴൊക്കെ വേദനയും പിടുത്തവും ഒക്കെ വരിക, മൂവ്മെൻറ്റ്സിനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. അങ്ങനെ കഫവാതജമായിട്ട് വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ അപബാഹുകം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞാൽ. ഫ്രോസൺ ഷോൾഡറിൻ്റെ അർത്ഥം പറയുന്ന പോലെ തന്നെ ആ ഷോൾഡറിനെ ഫ്രോസൺ ആക്കി മാറ്റുക. അതിന് വളരെയധികം കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഒരു ടിപ്പിക്കലായിട്ട് ഒരു രോഗം എന്നതിനേക്കാൾ ഉപരിയായിട്ട് പല രോഗാവസ്ഥയിലെ ഒരു ലക്ഷണം പോലെ അത് വരാം. ഇപ്പം ജനറലായിട്ട് എല്ലാവരും പറയും ഡയബറ്റിക് ആണോ, ഫ്രോസൺ ഷോൾഡർ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന വ്യക്തികളിൽ അതിനുള്ള ചാൻസസ് എപ്പോഴും കൂടുതലാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ IT മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിക് ചേഞ്ചസ് ഒക്കെ വരുന്ന അവസ്ഥയിൽ സെർവൈക്കൽ റീജിയനിൽ നിന്നാണ് ആ കൈയിലേക്കുള്ള നെർവ് വരിക. അപ്പം അത് റേഡിയേറ്റിംഗ് പെയിനും ഷോൾഡറിൽ വേദനയും പിടുത്തവും കയ്യിലേക്ക് റേഡിയേറ്റിംഗ് പെയിനൊക്കെ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാം. അതും ആ ഷോൾഡറിനെ ഫ്രോസൺ ആക്കി മാറ്റാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപബാഹുകമായിട്ടുള്ള ചേഞ്ചസിലേക്ക് വരുത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇഞ്ചുറീസ്, എന്തെങ്കിലും ആക്സിഡൻസ് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ആ ഷോൾഡറിൽ ഇഞ്ചുറി ഉണ്ടായിട്ട് അതുപോലെ തന്നെ അത് ഹീലായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റഡ് ആവുന്ന അവസ്ഥ. നമ്മൾ അതുപോലെ തന്നെ കൊണ്ടു നടക്കുകയാണെങ്കിൽ കുറച്ച് ഷോൾഡർ ഫ്രോസൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. ഇനി അതുകൂടാതെ എന്തെങ്കിലും രീതിയിലുള്ള ഇപ്പം അവിടെയുള്ള സിസ്റ്റിക് ചേഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള ടെൻഡൻ ടയറൊക്കെ പോലെയുള്ള അവസ്ഥയിൽ നമ്മളൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കേസിലും ഇത്തരത്തിലുള്ള ഒരു ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ ഈ ഷോൾഡറിന് വരുന്ന ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസിലും ഫ്രോസൺ ഷോൾഡർ വരാനുള്ള ചാൻസസ് എപ്പോഴും കൂടുതലാണ്. അപ്പം അത് നമ്മൾ കറക്റ്റ് ടൈമിങ്ങിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പലപ്പോഴും അത് അതിൻ്റെ അതുപോലെ തന്നെ ഇരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥ, ചെറിയ അസുഖമാണെങ്കിൽ കൂടി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പം തീർച്ചയായിട്ടും അതിനുള്ള ആഫ്റ്റർ സ്റ്റെപ്സ് ഉടനെ എടുക്കുന്നത് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ അതിലേക്ക് വരികയാണെങ്കിൽ അതിനെ മാറ്റാനായിട്ട് ഏറ്റവും എളുപ്പമായിരിക്കും. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ തുടക്കത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുമായിരിക്കും. അപ്പോൾ ഫ്രോസൺ ഷോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ഈ വേദനയുടെ ഒരു ആരംഭം തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്തരത്തിലുള്ള വേദനകളെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്? നമ്മുടെ മസിൽസ് ടെൻഡനായിട്ട് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഓരോ ജോയിൻസിലും. അതുപോലെ ആ ഷോൾഡർ ജോയിൻറ്റിൽ മൂവ്മെൻറ്റ് വരുമ്പോൾ കൈയിലേക്ക് ഫോറാമിലേക്ക് ആ മസിൽസിലേക്ക് വേദനയും പിടുത്തമൊക്കെ വരുന്ന ഒരവസ്ഥ വരും. പിന്നെ പുറകിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ കഴുത്തിൽ നിന്ന് ഷോൾഡറിലേക്ക് വേദന വരിക. അപ്പോൾ അതിൻ്റെ ഓരോ അവസ്ഥയ്ക്കനുസരിച്ച് അതിൻ്റെ കോസിനെ മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ചികിത്സയിലേക്ക് വരാനായിട്ട്. ഇപ്പോൾ സർവൈക്കൽ ഡിസ്കിൻ്റെ പ്രോബ്ലംസ് ഉള്ളവരിലാണെങ്കിൽ ആ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് റേഡിയേറ്റിംഗ് പെയിൻ ആ ഷോൾഡറിൽ വരിക. ആ ഷോൾഡറിന് കുറേ കാലം നമ്മളത് ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചെറിയ കാണുമ്പോൾ തന്നെ അതിന് ചികിത്സയ്ക്ക് പോകില്ല, കുറേ കൊണ്ടു കിടന്ന് കൂടുതലായി കഴിയുമ്പോഴാണ് വരിക. അങ്ങനെ കുറച്ച്
കഴിയുമ്പോഴാണ് ആ ഷോൾഡറിന് സ്തംഭനാവസ്ഥയിലേക്ക് വരിക. എന്ന് പറഞ്ഞാൽ അവിടെ സിരകളിലേക്കും അതിലേക്കുള്ള സർക്കുലേഷനിൽ ചേഞ്ചസ് വരിക, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള റിഫ്ലക്സ് ആക്ഷൻ കൊണ്ട് തന്നെ അവിടെ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ച് വരും. അപ്പം അത് കൂടുതലായിട്ട് ആ നെർവിനെ കംപ്രസ് ചെയ്യാനും ഒക്കെ കാരണമാവുകയും വേദന കൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഓരോന്നിലും ഏത് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ചികിത്സ വ്യത്യസ്തങ്ങളായിരിക്കും. ഡോക്ടർ, ഈ അസുഖത്തിന് രോഗനിർണയത്തെ കുറിച്ച് കൂടി പറയൂ. എക്സ്റേയിലൂടെയാണോ നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത്? പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ ഇഞ്ചുറിയുടെ ഭാഗമായിട്ടൊക്കെ വന്നാണെങ്കിൽ നമ്മളൊരു ചികിത്സയ്ക്ക് ശേഷമാണ് അതിലേക്ക് വരിക. മിക്കവാറും ഈ ഫ്രോസൺ ഷോൾഡർ വരുന്ന അവസ്ഥ ഡയബറ്റിക് പേഷ്യൻസിൽ ഭൂരിഭാഗം പേരിലും ഒരു ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഫ്രോസൺ ഷോൾഡർ ന്യൂറോപ്പത്തിക് ചേഞ്ചസും അതുപോലെ വേദനയുടെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൺസ് അവിടെ വന്നു കഴിഞ്ഞാൽ അതെന്തെങ്കിലുമൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറിയാലും വീണ്ടും വരാനുള്ള സാധ്യതകളാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്കറിയാം അതൊരു ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന അവസ്ഥയാണ്. പിന്നെ അതിന് ഉള്ള എക്സ്റേ പോലുള്ള MRI പോലുള്ള ഇതുകൾ നോക്കിയാൽ നമ്മളെ കൂടുതൽ സഹായിക്കും പെട്ടെന്നുള്ളൊരു ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ ഫ്രോസൺ ഷോൾഡർ ആണ്, രോഗനിർണയത്തിലൂടെ ഈ അസുഖമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചികിത്സ എങ്ങനെയാണ് ഡോക്ടർ? ഇപ്പോൾ പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റിയെടുക്കാവുന്ന ഒരു ബുദ്ധിമുട്ടാണോ ഇത്, അതോ ദീർഘകാലത്തെ ചികിത്സ ആവശ്യമായി വരുമോ? പലപ്പോഴും ഈ ഫ്രോസൺ ഷോൾഡർ പോലുള്ള അവസ്ഥയിൽ നമ്മൾ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കും കുറച്ച് നാൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കും. ചിലർ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ പോലുള്ളതൊക്കെ കഴിഞ്ഞ് എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കഴിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും ഒരു ആയുർവേദ ചികിത്സയ്ക്കായിട്ട് എത്തുക. അപ്പോൾ തന്നെ അതിനൊരു ടൈം എടുക്കും അങ്ങനത്തെ ചേഞ്ചസിന് വേണ്ടി. വളരെ ഫലപ്രദമായിട്ടുള്ള ആയുർവേദ ചികിത്സകൾ ഈ ഫ്രോസൺ ഷോൾഡറിന് പറയപ്പെടുന്നുണ്ട്. നസ്യ സ്നേഹശ്ച ഉത്തരഭക്തിക എന്നാണ് പറയുന്നത് ചികിത്സയിൽ. നസ്യവും സ്നേഹപാനം ആയിട്ട് അല്ല, ഉത്തരഭക്തികമായിട്ട് അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗീ ഔഷധങ്ങളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ അംസമൂലം എന്ന് പറയുന്ന കവചമായിട്ടുള്ള അല്ലെങ്കിൽ കഫസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നസ്യത്തിന് ഇവിടെ വളരെയധികം പ്രസക്തിയുണ്ട്. അതിന് യുക്തമായിട്ടുള്ള തൈലങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നസ്യപ്രയോഗം, അതുപോലെ രൂക്ഷ സ്വേദ പ്രയോഗങ്ങളെ കൊണ്ട് അവിടുത്തെ നീർക്കെട്ടിനെ തീർക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ, ഇപ്പോൾ കാരസ്കര ക്ഷീരധാര പോലുള്ള ചികിത്സ, അതൊക്കെ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ചികിത്സാ പ്രയോഗങ്ങളാണ്. അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ചെയ്യുന്ന ഉപനാഹസ്വേദങ്ങൾ, ഊഷ്മസ്വേദങ്ങൾ, അതുപോലെ മുട്ടക്കിഴി, ജംഭീരപിണ്ഡസ്വേദം, അതൊക്കെ ടിപ്പിക്കലായിട്ട് ഇതിന് പറയുന്നതായിട്ടുള്ള ചികിത്സകളാണ്. അത് നമ്മൾ വളരെ ക്ഷമാപൂർവം ഒരു 2 വീക്സ് എങ്കിലും എടുത്തിട്ട് ഇത്തരത്തിലുള്ള ചികിത്സയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ കുഴമ്പിട്ട് കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കണ്ടിന്യൂ ചെയ്യുക, ലോക്കലൈസ് ചെയ്തിട്ട് ആ ചികിത്സയ്ക്ക് ശേഷം ഫോളോ അപ്പ് പോലെ അങ്ങനെ ചെയ്യുക. അതുപോലെ മൈൽഡായിട്ടുള്ള എക്സസൈസുകൾ, ഇതൊക്കെ ഇതിന് സ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആയുർവേദികമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫ്രോസൺ ഷോൾഡറിന് ഏറ്റവും വളരെ ഗുണകരമായിട്ട് അതിനെ ചികിത്സിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ക്ഷമാപൂർവ്വം ഔഷധ സേവയും അതുപോലെ ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരിക, ഔഷധ സേവയിലേക്ക് വരിക. ഇപ്പോൾ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ട് ഡോക്ടർ, നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അമ്മു എന്ന പ്രേക്ഷകരുടെ കോൾ വെയിറ്റിംഗ് ഉണ്ട്. അമ്മു, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഒരു 6 മന്ത്സോളായിട്ട് എൻ്റെ ലെഫ്റ്റ് ഷോൾഡറിൽ നല്ല പെയിൻ ആണ്. അപ്പം കണ്ടിന്യൂസ് ഇപ്പോൾ കുറേ നേരം ഇരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കുകയോ ചെയ്യുമ്പോൾ നല്ല വേദനയാണ്. അത് മാറുന്നില്ല. എന്തായിരിക്കും കാരണം ഡോക്ടർ? എന്ത് പ്രായമുള്ള ആളാ? 28 വയസ്സ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നടന്ന് പിന്നെ നമ്മൾ കിടക്കണയിലുള്ള പോസ്റ്ററിലുള്ള വ്യത്യാസങ്ങൾ, അതൊക്കെ കൊണ്ട് ഇതുപോലെയുള്ള വേദനകൾ വരാം. കഴുത്തും കയ്യിലേക്കൊക്കെ റേഡിയേറ്റിംഗ് പെയിൻ പോലെ. അതൊരു ഫ്രോസൺ ഷോൾഡർ ആവണമെന്നില്ല. ചികിത്സിച്ച് നമ്മൾ കുഴമ്പൊക്കെ ഇട്ട് കുളിച്ച് അങ്ങനെയൊക്കെ മാറുന്ന ഒന്നുള്ളൂ. ഇപ്പം ഇവിടെ നമുക്ക് പുരട്ടത്തക്ക രീതിയിൽ കൊട്ടൻ ചുക്കാതി കുഴമ്പും ജംഭീര തൈലം എന്ന് പറഞ്ഞൊരു കുഴമ്പ് കിട്ടും. അത് രണ്ടും കൂടെ ചേർത്ത് ചൂടാക്കി കഴുത്ത് ഷോൾഡറൊക്കെ നല്ലോണം തിരുമ്മി പുരട്ടി ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് നല്ല ചൂടുവെള്ളത്തിൽ തുണി മുക്കി ഒന്ന് ആവി പിടിക്കാം. അതുപോലെ ടിപ്പിക്കലായിട്ട് നമ്മുടെ ഈ കൈയുടെ വേദനയ്ക്കൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രസാരണ്യാദി കഷായം,
അത് ഒരു 15 മില്ലി 60 ml വെള്ളം ചേർത്ത് 2 നേരം കഴിക്കുക. ബലാരിഷ്ടം ഒരു 25 ml ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ തല കുളിക്കുന്നതിൽ നമുക്ക് കഴുത്തും ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കഴുത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന തലയിൽ നിന്ന് വരുന്ന ഒരു നീർക്കെട്ട് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കുളിക്കുമ്പോഴെപ്പോഴും തലയൊക്കെ കുളിക്കുന്നത് ഓട്ട് ടൈമിലാവാണ്ടിരിക്കുക, ഒത്തിരി ലേറ്റ് നൈറ്റായിട്ട് കുളിക്കാണ്ടിരിക്കുക. അതുപോലെ ഈ വേദനകളൊന്ന് കുറയുന്നവരെയെങ്കിലും തലകുളി കുറയ്ക്കുക. ഓൾട്ടർനേറ്റ് ഡേയിലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കുക. ഇനി തലയിൽ വെളിച്ചെണ്ണ തേക്കുമ്പോൾ തന്നെ ഒന്ന് സ്പൂൺ ചൂടാക്കിയിട്ട് ഒരു നുള്ളു രാസനാദിപ്പൊടി ഇട്ട് വെളിച്ചെണ്ണ തേക്കുന്നവരാണ്. ഇപ്പം ചെറുപ്പക്കാരാണ്, അധികം പ്രായമില്ല, അപ്പോൾ എണ്ണ മാറ്റേണ്ട ആവശ്യമില്ല. ആ വെളിച്ചെണ്ണ തന്നെ ഒന്ന് ചേർത്ത് മുറുക്കി ആറിയതിന് ശേഷം ഇച്ചിരി നെറുകയിൽ വെച്ച് കുളിക്കാൻ ശ്രദ്ധിക്കുക. തണുപ്പുള്ള കഴിക്കാതിരിക്കുക. ഒരു 2 ആഴ്ച കഴിച്ചതിന് ശേഷം ഒന്ന് അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും കേട്ടോ. തണുപ്പുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ഈ മരുന്ന് കഴിക്കുകയും ചെയ്യുക. അമ്മ വിളിച്ചതിന് നന്ദി, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ മരിയ, നമുക്കറിയാം പല അസുഖങ്ങളും ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആണ്, നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഹാബിറ്റുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഏത് പ്രായം മുതൽക്കാണ് ഫ്രോസൺ ഷോൾഡറിൻ്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങുക? ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ 29 വയസ്സ് 28 വയസ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ ഈ ഒരു അവരുടെ ജോലി എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ വീട്ടിൽ ജോലിയാണെങ്കിൽ കൂടെ നമ്മൾ സ്ത്രീകൾ കൂടുതലും എല്ലാ മേഖലയിലും ഇപ്പോൾ ഒരു ജോലിയിൽ ഏർപ്പെടുന്ന ഒരാൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം നമ്മൾ കൂടുതലും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ചെയ്യുമ്പോഴൊക്കെ അവിടെ നീർക്കെട്ട് വരുമ്പോഴും, പിന്നെ അതുപോലെ ഒരു ഡയബറ്റീസ് എന്ന് പറയുന്നതും ഇപ്പോൾ ചെറുപ്പക്കാരിലും കൂടുതൽ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ആഹാരക്രമങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസങ്ങൾ എല്ലാം കൊണ്ട് തന്നെ ചെറുപ്പക്കാരിലും ഇതുപോലെ തന്നെ ഡയബറ്റീസും അതുപോലെ വേറെ തരത്തിലുള്ള തൈറോയിഡ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു കാരണമാണ് നേരത്തെ വരാനും അങ്ങനെയൊക്കെ വരുന്നതിനുള്ളൊരു കാരണമാവുന്നുണ്ട്. ഇപ്പോൾ പാർക്കിൻസൺസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ ചലനത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ആ കൂടെ ഈ വേദന കൂടി ഉണ്ടെങ്കിൽ എത്തരത്തിലാണ് അവർക്കൊരു നിർദ്ദേശം നൽകാൻ? ശ്രദ്ധിക്കാനുള്ളത് അവരുടെ സ്റ്റേജ് എങ്ങനെയാന്ന് നോക്കണം. സ്റ്റാർട്ടിങ് സ്റ്റേജസ് ആണോ? അപ്പോൾ ഇവിടെ രൂക്ഷസ്വേദങ്ങളാണ് അധികമായിട്ട് പറയുക ഫ്രോസൺ ഷോൾഡറിൽ. എന്നാൽ ഇങ്ങനെയുള്ളൊരു പാർക്കിൻസൺസ് പേഷ്യൻ്റ് ആകുമ്പോൾ നമ്മളെപ്പോഴും ഒരു ബൃംഘണമായിട്ടുള്ള അല്ലെങ്കിൽ പോഷണമായിട്ടുള്ള ഒരു രീതിയിൽ വേണം ചികിത്സയിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ കഷായമൊക്കെ കൊടുക്കുമ്പോൾ രസതൈലം പോലുള്ള സൂപ്പ് ചേർത്തുണ്ടാക്കുന്ന തൈലങ്ങൾ ഓറലി കഴിക്കാനായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പേസ്റ്റൊക്കെ അപ്ലൈ ചെയ്യണം. ഉപനാഹസ്വേദത്തിൻ്റെ ആ മരുന്നിന് തന്നെ വ്യത്യാസമുണ്ട്. നാഗരാതി ചൂർണം പോലുള്ള ചൂർണങ്ങൾ ഏറ്റവും പോഷണമായിട്ടുള്ളതാണ്, എന്നാൽ അവിടുത്തെ നീർക്കെട്ടിനെ തീർക്കാനും അവിടുത്തെ ഫ്ലെക്സിബിലിറ്റീനെ കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം അത്തരത്തിലുള്ള മരുന്നുകൾ വേണം അവിടെ ഉപയോഗിക്കാൻ. അതുപോലെ കുഴമ്പെടുക്കുന്നതിലും വ്യത്യാസങ്ങളുണ്ട്. മഹാനാരായണ തൈലം, കാർപ്പാസസ്യാദി, രസതൈലം മുതലായിട്ടുള്ള അവരുടെ ജനറലായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളെ കൂടി നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ട് വേണം ചികിത്സയും മരുന്നും ഒക്കെ എടുക്കാനായിട്ട്. അതുപോലെ ഈ മൂവ്മെന്റ്സ് റെസ്ട്രിക്റ്റഡ് ആവുന്ന അവസ്ഥയിൽ ധനനയനാദി കഷായം പോലുള്ള കഷായ യോഗങ്ങൾ അതിൽ വളരെയധികം ഫലപ്രദമായിരിക്കും. പ്രസാരനാദി ജനറലൈസ് ചെയ്ത് ഇത്തരത്തിലുള്ള ഫ്രോസൺ ഷോൾഡർ, അപഭാഹം, ഗ്രീവാഗ്രഹം പോലുള്ള രോഗാവസ്ഥയിൽ നല്ല. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഓരോ വ്യക്തികളിലും ഓരോ രോഗികളിലും അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് വേണം ഔഷധങ്ങളും മരുന്നുകളും എക്സ്റ്റേണലായിട്ട് എടുക്കുന്ന തൈലങ്ങളും ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവം ഇങ്ങനെ ചികിത്സിക്കുകയാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള വേദനയെ മാറ്റാനും അതോടൊപ്പം തന്നെ ഈ പാർക്കിൻസൺസ് ഡിസീസിന്റെ പ്രോഗ്രസീവ്നെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കിയറിയാം ഒരു പാർക്കിൻസൺസ് പേഷ്യന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ ചോദിക്കുകയാണെങ്കിൽ ആദ്യം 2 നേരം ഗുളിക കഴിച്ചു, പിന്നെ 3 നേരം 4 നേരം എന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിക്കുന്ന അവസ്ഥയാണ്. അതിപ്പോൾ അവരുടെ ചേഞ്ചസിനനുസരിച്ച് അവരുടെ ആക്ടിവിറ്റീസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. അതോടൊപ്പം തന്നെ സപ്പോർട്ടീവായിട്ട് ആയുർവേദ ചികിത്സകളും ആയുർവേദ ഔഷധങ്ങളും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോഗ്രസീവ്നെസ്സിനെ കുറയ്ക്കാനായിട്ട് അതെപ്പോഴും വളരെയധികം സഹായിക്കും. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി വളരെ വേഗം തിരിച്ചെത്താം. വളരെ സാധാരണമായി കണ്ടുവരുന്ന ഫ്രോസൺ ഷോൾഡർ അഥവാ തോളലിൻ്റെ വേദനയും സ്റ്റിഫ്നെസ്സും ഒക്കെ അടങ്ങുന്ന അസുഖത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസുമാണ് ഉള്ളത്. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകന്റെ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ സർ, ആരാണ്? സുകുമാരൻ പാലക്കാട് നിന്ന് വിളിക്കുകയാണ്. സ്വാഗതം സർ, ഡോക്ടറോട് സംസാരിച്ചോളൂ.
വൈഫിനാണ് 68 വയസ്സ്. 2 തോളിനും നല്ല വേദനയുണ്ട്. ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. കൺട്രോൾഡ് ഒക്കെ അല്ലേ ഷുഗർ? ഫുൾ കൺട്രോൾഡ് ആണ്. ആണ്. അപ്പൊ കുഴമ്പ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുണ്ടോ ഇങ്ങനത്തെ പ്രശ്നങ്ങളാവുമ്പോഴേ? ഇപ്പൊ ഡയബറ്റിക്കാരായാലും അല്ലാത്തവരായാലും ഒരു 60+ ചില സമയത്ത് 50-60 വയസ്സ് ചില സമയത്ത് കുഴപ്പമില്ല അന്ന് ഷുഗർ അല്ലേ? അതെ, അല്ല കൺട്രോൾഡ് ആണ്. ഷുഗർ നിർബന്ധമായിട്ട് ടൈം കഴിക്കണ്ടേ. പക്ഷേ 8 വർഷത്തോളം ആയിപ്പത് അസുഖം തുടങ്ങിയിട്ട് തോളും പൊക്കാൻ പറ്റുന്നില്ല. മുകളിലേക്ക് 2 തോളും പൊക്കാൻ പറ്റുന്നില്ല. കൈ പൊക്കാൻ പറ്റുന്ന ആയുർവേദിക് നമ്മളൊരു 60 വയസ്സ് കഴിഞ്ഞവരെ പറഞ്ഞുതരാം കേട്ടോ. എന്ന് പറഞ്ഞപ്പോ അസ്ഥിസന്ധികൾക്കുള്ള വേദന ജനറലായിട്ട് ഷുഗറുകാരിൽ വരാം, ഫ്രോസൺ ഷോൾഡർ പോലെ വരാം. ഇനി ഷുഗർ ഇല്ലാത്തവരിലായാലും ഒരു 60-50 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ചെറിയ രീതിയിൽ ഇത്തരത്തിലുള്ള വേദനകൾ വരും. അപ്പൊ നമുക്ക് നീർക്കെട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞെരിഞ്ഞില് വയൽച്ചുള്ളി, തഴുതാമ വേര്, കുറുന്തോട്ടിയുടെ വേര് ഇതൊക്കെ ഇട്ട് വെള്ളം വെന്തിട്ട് ആ വെള്ളം നന്നായിട്ട് കുടിക്കുക. അതുപോലെ കയ്യിൽ പുരട്ടാനായിട്ട് പ്രസാരണ്യാദി കഷായം അത് വാങ്ങിക്കുക. അതും അതുപോലെ രാസസപ്തകം കഷായം അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് 20 ml കഷായം 80 ml വെള്ളം ഒഴിക്കുക. അത് ഡൈല്യൂട്ട് ചെയ്യാൻ 2 നേരമായിട്ട് കഴിക്കുക. പിന്നെ കയ്യിൽ പുരട്ടാനായിട്ട് കുഴമ്പ് വാങ്ങിക്കുക. ഇപ്പൊ കൊട്ടൻ ചുക്കാതി കുഴമ്പും ചിഞ്ചാതി കുഴമ്പ് അതുപോലെ കർപ്പൂരാതി കുഴമ്പ്. അപ്പോൾ നീർക്കെട്ടൊക്കെ ഇതൊക്കെ ഇത് 3ഉം കൂടെ മിക്സ് ആക്കി വാങ്ങിച്ചാൽ മതി. അത് ചൂടാക്കി കഴുത്ത് കൈയൊക്കെ പുരട്ട, അരമണിക്കൂർ കുഴമ്പിട്ടേക്കാം. കുറച്ച് വെള്ളം നല്ല ചൂടിലെടുത്ത് തുണി മുക്കി ആവി പിടിച്ചിട്ട് കുളിക്കാൻ പറയാം. പിന്നെ തല കുളിക്കൽ കുറയ്ക്കുക. ഈ കഴുത്തും ഷോൾഡറും പിടുത്തവും വേദനയൊക്കെ ആവുമ്പോൾ അതിരാവിലെയും ഒത്തിരി ലേറ്റായിട്ടൊക്കെ തല കുളിക്കാതെ വേദന കുറയുന്നവരെയെങ്കിലും ആഴ്ചയിൽ 1-2 അല്ലെങ്കിൽ 3 പ്രാവശ്യം 2 ദിവസമൊക്കെ കൂടുമ്പോൾ തല കുളിക്കാൻ ശ്രദ്ധിക്കുക. രാസാദിപ്പൊടി ഇടാൻ നെറുകയിൽ കുറച്ച് ദിവസം കഴിച്ചിട്ട് ഒരു 3 ആഴ്ച കഴിച്ചിട്ട് അറിയിക്കുക കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ജനറലായിട്ട് കിട്ടുന്ന മെഡിസിൻസ് ആണ് പറഞ്ഞു തരുന്നത്. അതിപ്പോൾ ഏത് വൈദ്യശാലയുടെ ആയാലും ഓതറൈസ്ഡ് ആയിട്ടുള്ള വൈദ്യശാലയിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് കഴിക്കാം. അതല്ലാത്ത പക്ഷം ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ അയച്ചു തരുകയും ചെയ്യാം കേട്ടോ. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ മരിയ മാം, നല്ല ബുദ്ധിമുട്ടാണ് ഈ അസുഖം കൊണ്ടുണ്ടാകുന്ന വേദന. അപ്പോൾ ഡോക്ടറെ, നമുക്കറിയാം വ്യായാമങ്ങളോ നമ്മളുടെ ജീവിതശൈലിയിലെ ക്രമീകരണങ്ങളോ ചെറിയ ചെറിയ മാറ്റങ്ങളോ വരുത്തുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവുന്നെങ്കിൽ എത്തരത്തിലാണ് വ്യായാമമായിക്കോട്ടെ ജീവിതശൈലി ക്രമീകരണങ്ങളായിക്കോട്ടെ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് മാമിന് നൽകാൻ കഴിയും? ഇപ്പം ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം പോലെയുള്ളത് അതൊരു മുഖ്യ കാരണം എന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നതാണ് തൈറോയിഡ്, പാർക്കിൻസോണിസം, പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് മാക്സിമം അത് കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയബറ്റീസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ്, അതുപോലെ തന്നെ മരുന്നുകൾ, അതൊക്കെ വൈദ്യനിർദ്ദേശ പ്രകാരമുള്ള മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ കഴിച്ച് അത് കൺട്രോളിലേക്ക് വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളതാണ് ഇപ്പം നമ്മുടെ തോളിൻ്റെ അവിടെ തന്നെ വേദനയും നീർക്കെട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ തല കുളിക്കുന്നത് മാക്സിമം തന്നെ കുറയ്ക്കുക. അതിപ്പം ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 1-2 ആയിട്ടൊക്കെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം പിന്നെ അതുപോലെ തന്നെ തണുത്ത വെള്ളം കോരി ഒഴിക്കുന്നതിന് പകരം തണുപ്പ് മാറ്റിയ വെള്ളം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ത്രിഫലത്തൊണ്ടോ അങ്ങനെ ഇട്ട് വെന്ത വെള്ളമാണെങ്കിലും നമുക്ക് തല കുളിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ തണുത്ത വെള്ളത്തിൽ ദേഹം കുളിക്കുന്നതും അതിന് പകരം സുഖമുള്ള ചൂടിൽ ദേഹം കുളിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കുഴമ്പ് തേച്ച് കുളിക്കുന്നത്, അത് ഇതിന് പറ്റുന്ന രീതിയിലുള്ള കൊട്ടൻ ചുക്കാതി, അതുപോലെ പ്രസാരണി തൈലം, അതൊക്കെ വെച്ചിട്ടുള്ള നീർക്കെട്ട് കുറയുന്ന രീതിയിലുള്ള കുഴമ്പുകളൊക്കെ തേച്ച് കുളിക്കുന്നത്, അതുപോലെ തന്നെ ആവി പിടിച്ചു കുളിക്കുന്നത്, ആ സ്ഥലത്ത് തുണി മുക്കി ആവി പിടിച്ചു കുളിക്കുന്നതൊക്കെ ഒരു പരിധി വരെയൊക്കെ ഇത് വേദന കുറയാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ തലയിൽ നമ്മൾ എണ്ണ തേക്കുന്നതാണെങ്കിലും ഒക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തണുപ്പുള്ള എണ്ണകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഇതിന് പറ്റുന്ന രീതിയിലുള്ള സ്നേലാദി പോലെയുള്ള അങ്ങനെയുള്ള എണ്ണകൾ
തലയിൽ തേച്ച് കുളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ തണുപ്പ് കാലൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ട് എണ്ണ തേച്ച് കുളിക്കുന്നതായിട്ട് കുറേ, അല്ലെങ്കിൽ നെറുകയിൽ വെച്ച് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നെറുകയിൽ രാസനാദി ഇതുപോലെ തന്നെ എണ്ണയും കൂടെ ചേർത്ത് നെറുകയിൽ വെച്ച് തേച്ച് കുളിക്കുന്നതും വളരെ ഉത്തമമാണ്. അതിനുശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ, തണുപ്പ് മാറ്റിയ വെള്ളത്തിൽ തല കുളിച്ച് രാസനാദി പൊടി ഇടാന്നൊക്കെ വളരെ ഉത്തമമാണ്. പിന്നെ കുളിക്കുന്ന നേരമാണെങ്കിലും ഒരുപാട് നേരത്തെയോ അല്ലെങ്കിൽ ഒരുപാട് നേരം വൈകിട്ടോ കുളിക്കുന്നതും ഇതിനൊരു ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മാക്സിമം ഒരു 10 മണി, രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് ഒരു 5 മണിക്കുള്ളിൽ തന്നെ തല കുളിക്കുന്നത് മാക്സിമം അതിൻ്റെ ഉള്ളിൽ തന്നെ നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തണുത്ത ആഹാരങ്ങൾ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരങ്ങൾ, പാനീയങ്ങൾ, അതൊക്കെ മാക്സിമം നമ്മൾ കുറയ്ക്കുക. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം എ സിയിലിരിക്കുന്നതാണെങ്കിലും എ സി നേരെ നമ്മുടെ ദേഹത്തടിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഫാനിൻ്റെ ചുവട്ടിലാണെങ്കിലും കിടക്കുന്നത്, കുറേ നേരം ഇരിക്കുന്നതൊക്കെ അങ്ങനെയുള്ള ഒരു പ്രകൃതമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ വേദനയുള്ളവർ അതൊക്കെ മാക്സിമം കുറയ്ക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ചികിത്സകൾ, ഇപ്പോൾ കിഴികളാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആയുർവേദ ചികിത്സകൾ ഇതിനു വേണ്ടി നമുക്ക് ചെയ്താൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നതാണ് ഇതിനു വേണ്ടി. പിന്നെ ഏറ്റവും ഇതിൽ എക്സസൈസ്, ഇപ്പം നമ്മളൊരു കൈയിൻ്റെ വേദന, ഇപ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫ്രോസൺ ഷോൾഡറിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് നമ്മുടെ റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ മൂവ്മെന്റ് എപ്പോഴും റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. നമുക്ക് കൈ പിന്നിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ കൈ പൊന്തിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു അസുഖമായിരിക്കും ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഡ്രസ്സ് ഇടാനോ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരാം. അപ്പം നമ്മൾ ആ ഒരു ഇതിലേക്ക് ചിലപ്പോൾ ചിലവർ പറയുന്നത് കേൾക്കാം, കുറേ കാലങ്ങളായിട്ട് ഞാൻ ബട്ടൺ ഇടാറില്ല, ആരെങ്കിലും കൊണ്ടൊക്കെയാണ് ചെയ്യിപ്പിക്കാറ് എന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ആവാതെ നമ്മൾ എന്തെങ്കിലും അതിനു വേണ്ടി എക്സസൈസുകളും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നത് കുറച്ചും കൂടെ ഇത് അസുഖത്തിനെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനും ഈ മൂവ്മെന്റ്സ് കറക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഡോക്ടർ റോസ്മേരി മാം, നമുക്ക് ഫ്രോസൺ ഷോൾഡറിന്റെ ചികിത്സയെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സ്നേഹസ്വേദ പ്രയോഗങ്ങളോടൊപ്പം ഇത്തരത്തിലുള്ള വ്യായാമ മുറകൾക്ക്, അല്ലെങ്കിൽ അതിപ്പോൾ നമ്മൾ കിഴിയൊക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ, ഇപ്പം കൈ ഗ്രാജുവലി ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുന്ന രീതി, അതുപോലെ വട്ടത്തിൽ ചുറ്റിക്കുന്ന രീതി, അതൊക്കെ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇനി അതുപോലെ തന്നെ ഒരു ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ട് വരുന്ന അവസ്ഥയിൽ അവിടെ നമ്മൾ അല്ലെങ്കിൽ സ്വേദനത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതിൽ മർമാണി ഗുളിക, ചെന്യനായകം, കോഴിമുട്ട, വെള്ളയൊക്കെ ചേർത്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് അവിടെ കൊടുക്കുകയും മുട്ടക്കിഴി പോലുള്ള ഇത് കൊടുക്കുകയും, അതുപോലെ അവിടുത്തെ നീർക്കെട്ടിനെ തീർക്കുന്ന സർക്കുലേഷനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗന്ധതൈലം പോലുള്ള തൈലങ്ങൾ, അത് ഒരു 7 to 10 ഡ്രോപ്സ് ഒക്കെ പാലിൽ ചേർത്തിട്ട് 2 നേരം കഴിക്കാൻ കൊടുക്കുക. ഓയിലിൽ തന്നെ വ്യത്യാസങ്ങൾ, ഇപ്പോൾ രസതൈലം, മുറിവെണ്ണ മുതലായിട്ടുള്ള ഓയിലുകൾ മിക്സാക്കിയിട്ട് കഴുത്ത്, ഷോൾഡറൊക്കെ ഈ വേദനയുള്ളടത്ത് പരത്താനായിട്ട് ഉപയോഗിക്കുക. ഇനി ഇതുപോലെ തന്നെയാണ് പോസ്റ്റ് സർജിക്കൽ ഇതിനോട് വരുന്ന ഈ ഫ്രോസൺ ഇതുകളിൽ കുഴമ്പിട്ട് ആവി പിടിച്ച് കുളിക്കാനും ഉപനാഹസ്വേദങ്ങളും അതുപോലെ കിഴി പോലുള്ള ഇതുകൾ. ഇപ്പോൾ നമുക്ക് ജനറലായിട്ട് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ ഈ നീർക്കെട്ടിനെ തീർക്കുന്ന രീതിയിലുള്ള എരിക്കില, ആവണക്കില, മുരിങ്ങയുടെ തൊലി, കരിനൊച്ചിയുടെ ഇല, ഇങ്ങനെയുള്ള ഇലകൾ നമ്മുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് അതൊക്കെ കാടി വെള്ളത്തിൽ, അരി കഴുകുന്ന വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപ്പിട്ടിട്ട് അത് ധാര പോലെ കോരി ഒഴിക്കാം. അപ്പോൾ അവിടെയുള്ള നീർക്കെട്ട് പോകാനും അത് ഫ്ലെക്സിബിലിറ്റിയെ തരാനൊക്കെ സഹായിക്കും. ജനറലായിട്ട് സ്വേദ പ്രയോഗങ്ങളും അതുപോലെ വാതാനുലോമനത്തെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഔഷധങ്ങളും ചികിത്സകളുമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. വ്യക്തമാണ് ഡോക്ടർ, വളരെയധികം നന്ദി.